എന്താണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയും സിമ്പിളും ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവനവൻ്റെ മനസ്സമാധാനമാണ് അവനവൻ ഏറ്റവും വലുത് എന്ന് തീരുമാനിക്കുന്ന ആ തീരുമാനം തന്നെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു നമ്പർ 1 സ്റ്റെപ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് അത് തീരുമാനിച്ചു കഴിഞ്ഞ് അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അത് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ആളുകളും അങ്ങനെ എനർജി നമ്മുടെ കുറച്ച് മാത്രമുള്ള ഈ എനർജി എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ചെലവാക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ചെലവാക്കുന്നതാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊരു യാത്ര ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ഇറങ്ങി വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബാക്ക് പാക്ക് മാത്രം, ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും എടുത്ത് നിങ്ങൾ ഇറങ്ങി. അപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് കുറേ ബാഗുകൾ നമ്മളെ കയ്യിലേക്ക് ഇങ്ങ് തരികയാണ്. പക്ഷെ ആ ബാഗുകൾ കാണാൻ പറ്റില്ല. അതെല്ലാം കൂടി ചുമന്നിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ തന്നിട്ട് പോവാണ്. അപ്പോൾ നമ്മളെന്താ പറയുക? അയ്യോ എനിക്കിത് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് തന്നെ ബാഗ് അധികം വേണ്ട, ഭാരം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ലൈറ്റായിട്ട് പാക്ക് ചെയ്തത്. നിങ്ങളുടെ ഈ ബാഗുകളൊന്നും എടുത്ത് എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ? അതേപോലെ നമ്മളുടെ എനർജി ചെലവാക്കുന്നതിനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ ആളുകൾ ഓരോരോ എന്താ പറയുക ചിന്തിക്കാതെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും പല പല അബദ്ധങ്ങളിൽ കൊണ്ടുപോയി ചാടുന്നത്. അപ്പോൾ വിളിക്കുമ്പോൾ ഓൺ കോൾ ആയിട്ട് അതെല്ലാം ആൻസർ ചെയ്തിട്ട് അവരുടെ എല്ലാം എനർജി നമ്മൾ എടുത്ത് നമ്മളൊരു ദിവസം തുടങ്ങുന്നത് നല്ല ഒരു ധ്യാനവും ഇതൊക്കെയായി നമ്മൾ ഒരു മൈൻഡൊക്കെ ഒന്ന് ശാന്തമാക്കി നമ്മൾ നല്ലൊരു ദിവസം തുടങ്ങുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരിക. അപ്പോൾ മറ്റുള്ളവരുടെ എല്ലാ എനർജീസും നമ്മൾ നെഗറ്റീവ് എനർജീസ് എല്ലാം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ എനർജി മുഴുവനും നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിയുകയാണെന്ന് മനസ്സിലാക്കുക. ഇത് സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഭാഗമല്ല, ഇത് വളരെ റോങ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. എല്ലാവരെയും സഹായിക്കേണ്ട എന്നല്ല പറയുന്നത്, സഹായിക്കണം, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യും, കോൺഷ്യസ് ആയിട്ട് നമ്മൾ സഹായിക്കുക. പലപ്പോഴും അത് കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയിട്ടുണ്ടാവും. ഈ എനർജി നമ്മുടെ ശരീരത്തിൽ ക്ഷീണമായിട്ട് നമ്മുടെ മനസ്സ് ക്ഷീണമായിട്ട് കൂടെ തന്നെ ഇരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മുടെ കയ്യിലുള്ള എനർജി ചെലവാക്കുക. അപ്പോൾ ഇതും ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന ഭഗവാൻ ഗീതയിൽ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ മനസ്സിനെ ബന്ധുവാക്കി മാറ്റാൻ നമ്മളിങ്ങനെ പരിശീലിപ്പിച്ചേ തീരൂ.